ഓണത്തിന് അമ്മ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കുറച്ച് ഓർമ്മകളൊക്കെ കിട്ടി. അപ്പോൾ ഇതെല്ലാം വീട്ടിൽ വയ്ക്കാൻ പറ്റത്തില്ല, സ്ഥലമില്ല, ആദ്യം അടുത്ത് കൊടുക്കാം എന്നൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും കയറിയിരുന്ന പോലും അറിയില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ എൻ്റെ കുറേ കഷ്ടപ്പാടാണ് ഇതൊക്കെ. DLED പഠിച്ച സമയത്തുള്ളതൊക്കെയാണ്. ഞാനൊന്നും കളഞ്ഞിട്ടില്ല, എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഓർമ്മകളൊക്കെ ഉള്ളതാണ്. 2018-19 കയറിയ സമയത്തുള്ളത് മുതൽ അങ്ങനെ ഓരോന്നും കുട്ടികളുടെ വർക്ക് എല്ലാം ഇന്റേൺഷിപ്പിലും ഒക്കെ പോയിട്ടുള്ളതൊക്കെ ആയിരുന്നു. NTT ഞാൻ പഠിച്ചത് ആശാ മെമ്മോറിയൽ NTT. കുറേ ഫയൽസ് ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇഷ്ടംപോലെ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഫ്രീ ആയിട്ട് ഇരിക്കുക കുറേ ഫയൽ. ഇതിലൊക്കെ ഉണ്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. എന്ത് പാടാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര പഠിച്ചാലും തലയിൽ ഇരിക്കത്തില്ല. ഇന്ന് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിച്ചതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഭയങ്കര പാടാൻ പഠിക്കാൻ. അപ്പോൾ മാഗസിൻ, സയൻസ് മാഗസിൻ, എന്തുമാത്രം എഫേർട്ടാ. എല്ലാ കോഴ്സിനും നല്ല ഫോട്ടോ ഉണ്ടല്ലേ. മാത്സ് അങ്ങനെ കാണിച്ചു തരാം. സോ ഇത് സംഭവം എന്റെ ടെസ്റ്റ് പേപ്പറിലെ മാർക്ക് കയറിക്കൊണ്ട് കേട്ടോ. അതാണ് പറയാം 25 out 25 23 ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കുറെ പോയംസ് ആണ്. അതെ ഒന്നില്ലേ ഉള്ളൂ ടെസ്റ്റ് പേപ്പറിന്റെ 50 ഓവർ 85 ഉള്ളൂ ഇംഗ്ലീഷ്. എന്നാലും കുഴപ്പമില്ല, 35 ഇംഗ്ലീഷൊക്കെ മേടിച്ചില്ല. ഇത് ഇതാണ്, ഇത് ഇംഗ്ലീഷാണ് കേട്ടോ. 47 മേടിച്ചു, 47 50 അങ്ങനെ അതൊക്കെ ഒരു കാലം. അത് ഇത് കുട്ടികളുടെയൊക്കെ വർക്കാം. ആൽബം അങ്ങനെ കുറേ ഇത് മലയാളത്തിൻ്റെ ഓരോ സബ്ജക്റ്റിനും ഓരോ ഫയലാണ്. ഓക്കെ, ഇങ്ങനെ ഫയലാക്കി വെച്ചിട്ടുണ്ട്. മലയാളത്തിന് മാർക്ക് കുറവാണ്. മലയാളത്തിന് ഇച്ചിരി മാർക്ക് കുറവാട്ടോ. 50-ന് 33. എന്തൊക്കെയാണ് മലയാളം നമുക്ക് കേൾക്കോ. മലയാളത്തിൽ മാത്രം എഴുതി എന്നൊക്കെ ചോദിച്ചു. മലയാളം നല്ല പാടാറേ എഴുതി അരിച്ചു വരെ എഴുതണ്ടേ. പിന്നെ ഇതൊക്കെ ഇത് നമ്മുടെ PDF നോട്ടാണ്. മാത്സിൻ്റെ കണ്ടു. ഇതൊക്കെ കുറേ കളക്ഷൻസ് ആയിട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ സെം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. എഗെയിൻ 35 50 out of 35. സോറി 35 out of 50. ടീച്ചിങ് മാനുവൽ, കുറേ ടീച്ചിങ് മാനുവലൊക്കെ എഴുതുന്നത് കറക്റ്റായിട്ട് എഴുതില്ലെങ്കിൽ ടീച്ചേഴ്സ് സൈൻ പോലും തരത്തില്ല. അപ്പോൾ ടീച്ചേഴ്സിനെ എഴുതിക്കൊണ്ട് വന്ന് കാണിക്കും, തെറ്റിയിട്ടും വീട് കണ്ടോ ആഗ്രഹമുണ്ട് ചേഞ്ച് ഞാൻ പറഞ്ഞില്ലേ കണ്ടോ. ഒരു ടീച്ചർ എഴുതിയിട്ടുണ്ട് ചേഞ്ച്. എത്ര പ്രാവശ്യം എഴുതിയിട്ടാണെന്ന് അറിയാം ടീച്ചർ മാനുവൽ ശരിയാണെന്ന്. കോൺസെപ്റ്റ് സ്കെച്ച് ഇതൊക്കെ എന്തുമാത്രം റെഫർ ചെയ്തിട്ടൊക്കെ ഇരുന്ന് എഴുതുന്നതാ. ഇംഗ്ലീഷിന്റെ ഗ്രൂപ്പ് വർക്ക് ഇതൊക്കെ ചെയ്തിട്ടുള്ളതാ കേട്ടോ. കുറേ ഗ്രൂപ്പ് വർക്ക്. ഇപ്പോൾ ടീച്ചിങ് മാനുവൽ ഇഷ്ടംപോലെ ടീച്ചിങ് മാനുവൽ. ഇത് നോക്കി ഞാൻ ഒന്നും മിസ് ചെയ്തിട്ടില്ല, എല്ലാം ഉണ്ട്. ഇനിയുണ്ട് ആശയ ചിത്രീകരണം. മലയാളത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് ആശയ ചിത്രീകരണം. നമ്മൾ കോൺസെപ്റ്റ് സ്കെച്ച് ഉണ്ടല്ലോ, മലയാളമല്ല സയൻസിലോട്ട് പോകുമ്പോൾ, ബേസിക് സയൻസിലോട്ടൊക്കെ പോകുമ്പോൾ അയ്യോ ഇതാ ഇഷ്ടംപോലെ പേപ്പർ, എഴുതാത്ത പേപ്പേഴ്സ്. 6 വർഷമായി. 2020 ഞാൻ DLED കഴിഞ്ഞിറങ്ങുന്നത്. അയ്യോ 6 വർഷമായി. 273 പേപ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികളുടെ പേപ്പർ 7th സ്റ്റാൻഡേർഡ്. പക്ഷേ ഇവിടെ പേപ്പർ ഞാൻ നോക്കി കൊടുത്തില്ലേ, സമയം കിട്ടിയിട്ടുണ്ട്. 7th സ്റ്റാൻഡേർഡ്. ടെസ്റ്റ് പേപ്പർ ഞാൻ ഓൺ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ പേപ്പേഴ്സ് ഇരിക്കുന്നു. അവർക്ക് ടെസ്റ്റ് പേപ്പറിന്റെ പേപ്പേഴ്സ് ആണ്, ഞാൻ നോക്കി കൊടുത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി. ഇത് ആൻസർ കീ. കുട്ടികളുടെ പേപ്പർ നോക്കി ആൻസർ കീ ഒക്കെ ഉണ്ട്. ഞാൻ എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നും അങ്ങനെ കളയത്തില്ല. എല്ലാം എൻ്റെ ഡ്രസ്സസ് ആയാലും എന്തായാലും ഞാൻ എല്ലാം എല്ലാം സൂക്ഷിച്ചു വെച്ചു. പക്ഷെ ഉപയോഗം ആരെങ്കിലുമൊക്കെ കൊടുക്കാനും തോന്നുന്നു പിന്നെ എപ്പോഴും കിട്ടാനോ മെലിഞ്ഞാലോ അങ്ങനെ ചിന്തകളൊക്കെ ഇനിയുണ്ട്. ഇതെഴുതാനാണ് ഏറ്റവും പാട്. ഭൗതികശാസ്ത്രപരമായ ഉള്ളടക്കത്തിൻ്റെ ഇഷ്ടംപോലെ എല്ലാം ഉണ്ട്. എല്ലാം ഒന്നും ഞാൻ കാണില്ല. നല്ല കുട്ടികൾ ഒന്നും കാണില്ല. ഇതെൻ്റെ നോട്ടാണ് കേട്ടോ. PDF നോട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. കുറേ PSC എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ ഹോൾ ടിക്കറ്റ് ഒക്കെയാണിത്. അങ്ങനെ അത് പറയാം. ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, ഇതൊരു ആപ്ലിക്കേഷൻ ഫോമാണ് കേട്ടോ. ഇത് അത് വേണ്ട. ഹോസ്പിറ്റലിൽ പോയതിന് കുറേ ഇംഗ്ലീഷ് അത് അവിടെ ഇരിക്കുന്നൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാം ഇന്നെൻ്റെ വീട്ടിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. ഇനി ഇവിടെ സൂക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. സോ ബൈ ബൈ. കുറേ ഇതാണ് കഷ്ടപ്പാട്. ഇത്രയും ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും ടീച്ചിങ് കാര്യങ്ങളൊക്കെ എഴുതി ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയി കഷ്ടപ്പെട്ട് PSC പഠിച്ച് ലാംഗ്വേജിൽ വന്നിട്ട് ജോലിയില്ല. സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സെക്രട്ടേറിയറ്റ് മുന്നിൽ. എന്താ അല്ലേ അവസ്ഥ. ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ ബൈ ബൈ.